ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇത് ഈ പാക്കാക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ മലപ്പുറത്ത് തിരൂരിലേക്ക് ഒരു പാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഒരു 6 കിലോ അപ്പത്തിൻ്റെ ഓർഡറാണ് കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. കുറേ ആയി തന്നിട്ട്. അപ്പോൾ ഞാൻ ഈ പെരുന്നാൾ സമയത്ത് ചുട്ട് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നേ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന കേട്ടോ. കുറച്ച് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പാക്കാക്കിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഫൈനലായിട്ട് ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. കടലപ്പം, കാസർഗോട്ടാണ് കടലാച്ചി എന്ന് പറയും. ഈ കടലാച്ചി പാക്ക് ചെയ്യാനുണ്ട്. അതും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ അപ്പം ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് 1.5 കിലോ കൊട്ടയപ്പം, 1.5 കിലോന് പൊരിയപ്പം, പിന്നെ 1 കിലോന് നെയ്യട, 1 കിലോന് കടലപ്പം, പിന്നെ 1 കിലോന് സൊറോട്ട. അങ്ങനെ 5 തരം അപ്പത്തിൻ്റെ ഓർഡേഴ്സാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 6 കിലോ അപ്പം, 5 തരം അപ്പം. അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടാണ്. അപ്പോൾ ഈ കടലപ്പത്തിൻ്റെ പാക്കിങ് കൂടി മാത്രം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കല്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാട്ടോ. ഇനി ആരും മടി പിടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ബാക്കി പാക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും പാക്ക് ചെയ്യണം. ബാക്കി ലാസ്റ്റ് ഒന്ന് ഫൈനൽ പാക്കിംഗ് കൂടി ചെയ്തിട്ട് നമുക്ക് കൊറിയറിലേക്ക് വിടാനുള്ളതാണ്. അവർ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നത്. ഇതിന് മുന്നേ ഞാൻ കുറേ പ്രാവശ്യം അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു ഓർഡർ തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും കൊറിയറിൽ വിടാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം DTC കൊറിയറിലാണ് കേട്ടോ ഞാൻ അയക്കുന്നുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. നമുക്ക് കാസർഗോഡ് കൊടുക്കുന്നതിനായിട്ടും ഏറ്റവും ഈസി ആയിട്ട് പുറത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ വയനാട് അങ്ങോട്ടൊക്കെ കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് വെക്കാൻ മാത്രമേ നമുക്ക് സെയിം പാക്കിങ് തന്നെ കിട്ടാം. പിന്നെ ഒന്ന് ലാസ്റ്റ് ഇപ്പോൾ ഗൾഫിലേക്കെല്ലാം കൊടുത്തിടുമ്പോൾ ഒരു ഫുൾ പാക്ക് ചെയ്യുന്നില്ല. അതുപോലത്തെ ഒരു പാക്കിങ്ങിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ബാക്കിയൊന്നും ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് അവർക്ക് എത്തും ചെയ്യും. 2 ദിവസത്തിൽ തന്നെ കൊറിയർ എത്തുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാ ഇത് കടലപ്പട്ട, കാസർഗോട്ടാണ് കടലാച്ചി എന്ന് പറയും. പെരുന്നാൾക്ക് ഈ കടലാച്ചി ഇല്ലാതെ ആരും ഉണ്ടായില്ല കേട്ടോ. ഇതിങ്ങനെ മധുരം ഇട്ടിട്ടും കാച്ചലുണ്ട്, പിന്നെ മധുരം ഇടാത്ത കാച്ചലുണ്ട്. ഇത് ഞാൻ മധുരം ഇടാതെ കാച്ചുന്നതാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് അധികം ഇങ്ങനെ ഇത് കാച്ചിയെടുക്കൽ മധുരം ഇടാതെ കേട്ടോ. അപ്പോൾ മധുരം ഇടാതെയാണ് ഞാൻ ഇത് കാച്ചിട്ട് എടുക്കുന്നില്ല. എണ്ണയിൽ മുക്കി പൊരിക്കുന്നത് മധുരം ഇടാതെ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു അപ്പമാണ് കേട്ടോ ഈ കടലാച്ചി എന്ന് പറയുന്നത്. കടലപ്പം, കടലാച്ചി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ പൊട്ട് കടലാണ് ഇത് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇവിടെ ഞാൻ ചാനലിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യുക. അതുപോലെ ഉണ്ടാക്കട്ടെ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കടലാച്ചിയും കൂടിയാണിത്. അപ്പോൾ ഈ പാക്കിങ്ങൊക്കെ ഭയങ്കര സുഖമുള്ള കഥയാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും അധികം പാക്ക് ചെയ്യൽ കിച്ചണിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഈ ചൂട് കാരണം കൊണ്ട് ഞാൻ ഇതുപോലെ ഡൈനിങ്, ലിവിങ് അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ നേരെ ഇരുന്നിട്ട് സുഖത്തെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് എടുത്ത് ഇത്ര തന്നെ കേട്ടോ. ഒരു 3-3.5 കിലോന് ഏകദേശം അത്ര ആയിട്ടുണ്ടായിരുന്നു ഈ കടലമ്മ കാച്ചത്. അപ്പോൾ കാച്ചുമ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്നാകെ എണ്ണയിൽ മുക്കി പൊരിച്ചാണ്. കാരണം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെങ്കിൽ കുറേ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇനിയും ഓർഡേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡേഴ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വീണ്ടും ചുടുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും കുറേ ആളങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഞാൻ ഇത് മുന്നേ എടുത്ത ഓർഡേഴ്സ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കലാണ്. നോമ്പിന് മുന്നേ, നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്ന ഓർഡേഴ്സ് എല്ലാം കേട്ടോ. അത് ഇപ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്തേക്കല്ലേ ഇതൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റിലേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ പിന്നെയും കുറേ കാലം യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷമുള്ള ഓർഡേഴ്സ് ഒന്നും എടുത്തില്ല. നോമ്പ് 20-ന് ശേഷമുള്ള ഒരു ഓർഡേഴ്സും എടുത്തിട്ടില്ല. മുന്നേ പറഞ്ഞ ഒരു ഓർഡേഴ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കടലത്തിൻ്റെ പാക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ബാക്കി ചുട്ടിട്ടുള്ളതൊക്കെ സൊറോട്ടയും, നെയ്യട, നെയ് കേക്ക് അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വേറൊരു കവറിലേക്ക് മാറ്റിയിട്ട് ഫുൾ റാപ്പ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത് കണ്ടിട്ട് റെസിപ്പി ആണെങ്കിൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ കൂടുതൽ പേർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം കുറേ പേര് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്കൊരു ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെയിൽ ചെയ്യട്ടോ. ഫസ്റ്റ് ചുടുമ്പോഴൊക്കെ ഭയങ്കര മടുപ്പും പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചുട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കൊറിയറിൻ്റെ ആൾ വിളിച്ചായിരുന്നു കേട്ടോ. റെഡി ആയിട്ടുണ്ടോ, ഞാൻ വരുന്നുണ്ട് എന്നിട്ട്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങനെ പാക്ക് ആക്കിയിട്ട് വിടലാന്ന്. പിന്നെ പാക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊന്നും വിട്ടുപോയി കേട്ടോ. കാരണം വെച്ചാൽ അവർക്ക് കൊടുത്തു വിടാനുള്ള ഫോട്ടോസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം തിരക്കിലാകുമ്പോൾ അങ്ങനെ പാക്ക് ചെയ്തിട്ട് അപ്പം തന്നെ അവർ വന്ന് കൊണ്ടുപോയി കേട്ടോ.
കഷ്ടമുണ്ട് വെച്ചെങ്കിൽ അത്യാവശ്യത്തിന് കഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് മാത്രമല്ല നമ്മൾ വീട്ടിലെ പണിയും കൂടി ആകുമ്പോൾ കഷ്ടങ്ങളൊക്കെ ആകുന്നുണ്ട്. അന്നെങ്കിലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്നതാകുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേർക്ക് ഇതൊക്കെ ഒരു കുറച്ചിലാണ് കേട്ടോ. അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കുറച്ചിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കുറച്ചിലല്ലേ അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന എന്തൊരു പണിയും നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തായിട്ടും ഏത് പണിക്കും എന്ത് ചെയ്യുന്ന പണിയാണെങ്കിലും നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരോട് വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കല്ലേ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത്. ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ സെയിൽ ചെയ്യലാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് പുറത്ത് കൊടുക്കുന്നതൊന്നും ആർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ വീടാണെങ്കിൽ ഇതുപോലത്തെ കൊറിയറിൻ്റെ ആൾ വന്നിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഫൈനലായിട്ടുള്ളത് ഇത് പേര് എഴുതിയിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ഫൈനൽ റാപ്പ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നനഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏത്ത് മാഞ്ഞു പോകും. അതുകൊണ്ട് ഫുൾ നല്ല പാക്ക് ചെയ്ത് തന്നെ കൊടുത്തു വിടണം കേട്ടോ. പിന്നെ ഒരു ഇൻസ്റ്റയിൽ എനിക്ക് 2-3 താത്താർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ മലപ്പുറം പിന്നെ ഒന്ന് കരുനാഗപ്പള്ളി അങ്ങനത്തെയുള്ള 2-3 സ്ഥലത്ത് നിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലത്തെ ഇട്ടിട്ട് അവർ സെയിൽസ് ചെയ്തെന്ന് പറഞ്ഞ്. കാരണം അങ്ങോട്ടുള്ളവർക്ക് ഇതുപോലത്തെ അപ്പങ്ങൾ അറിയില്ല. നല്ല സന്തോഷമായി കേട്ടോ. അവർക്കും സന്തോഷമായി എനിക്കും സന്തോഷമായി. കാരണം എന്താ വെച്ചെങ്കിൽ അവർ നമ്മളൊരു വീഡിയോസ് കണ്ടിട്ടാണ് അവരിതുപോലത്തെ ഇനി നടന്നിട്ടുണ്ടായത്. ഫസ്റ്റ് കുറച്ച് മടുപ്പുണ്ടായിരുന്നു, ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ടില്ല. പിന്നെ ഇത് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. സെയിൽസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിനായിട്ട് കൂടുതലായിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ 2-3 പേര് ഹെൽപ്പിന് വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. വലിയൊരു ബിസിനസ്സായിട്ട് എടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. കാരണം അങ്ങോട്ടുള്ളവർക്ക് ഇതുപോലത്തെ അപ്പങ്ങൾ അറിയില്ല. അപ്പോൾ കണ്ടതുകൊണ്ട് സന്തോഷമായി എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കാസർഗോഡ് വരികയാണെങ്കിൽ വീട്ടിലേക്ക് എന്തായിട്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സന്തോഷമായിട്ടാ. കാരണം ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരപ്പെടുമ്പോൾ അതൊരു സന്തോഷം കൂടി പറഞ്ഞു കേട്ടോ. കുറേ പേര് എനിക്കറിയുന്ന കുറേ പേര് ഇതുപോലെ വീഡിയോ കണ്ട് എനിക്ക് ഇൻസ്റ്റാലും പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. സന്തോഷമായി ഇതുപോലത്തെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട്. ആരും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഫുള്ളായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നമുക്കും കൂടി ഒരു ഉപകാരമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒരു സന്തോഷമാണ്. നമുക്കാകെ 4-5 ദിവസമേ ബാക്കിയുള്ളൂ കേട്ടോ. അതിന് ടൈമില്ല. കാരണം 4 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള ഓർഡേഴ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഹോൾസെയിൽ ആയിട്ടുള്ളതും കുറച്ച് റീറ്റെയിൽ ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഇനിയും കുറേ ഉണ്ട് ബാക്കി. ഒന്നും നമുക്ക് വിചാരിച്ച പോലെ അങ്ങനെ ചുട്ടെടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം വെയിലും ചൂടും പിന്നെ എല്ലാ സമയത്തും വിചാരിച്ച പോലെ ചൂടാൻ പറ്റണമെന്നില്ല. നോമ്പിൻ്റെ കാലമല്ലേ, അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ചുട്ട് കൊടുക്കലാണ്. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ ഞാൻ എടുക്കുന്ന കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ടുള്ള കുറേ 4-5 അപ്പത്തിൻ്റെ ഓർഡേഴ്സ് റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടാകുമ്പോൾ ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി തന്നെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.